ഹൈസ്കൂളിൽ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രഥമാധ്യാപികയ്ക്ക് സസ്പെൻഷൻ. സ്കൂൾ മാനേജ്മെന്റിന് ഇത് സംബന്ധിച്ച് സർക്കാർ നിർദ്ദേശം നൽകി. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി. കൊല്ലം തേവലക്കര ബോയ്സ് ഹൈസ്കൂളിലെ 8ാം ക്ലാസ് വിദ്യാർത്ഥി മിഥുൻ സ്കൂളിൽ ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തും. സംഭവത്തെക്കുറിച്ച് പൊതുവിദ്യാഭ്യാസ ഡയറക്ടറുടെ റിപ്പോർട്ട് സമർപ്പിച്ചു. അതിൻ്റെ പശ്ചാത്തലത്തിൽ കർശന നടപടി കൈക്കൊള്ളാനാണ് പൊതുവിദ്യാഭ്യാസ വകുപ്പ് തീരുമാനിച്ചിട്ടുള്ളത്. കൊല്ലത്ത് സ്കൂൾ വിദ്യാർത്ഥി ഷോക്കേറ്റ് മരിച്ച സംഭവത്തിൽ പ്രധാനാധ്യാപികയ്ക്ക് സസ്പെൻഷൻ. മന്ത്രി വി ശിവൻകുട്ടി വാർത്താ സമ്മേളനത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. സ്കൂളിലെ പ്രധാന അധ്യാപികയെ അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണം. അത് മാനേജ്മെൻറ്റാണ് ചെയ്യേണ്ടത്. മാനേജ്മെൻറ്റ് ചെയ്തില്ലെങ്കിൽ ഗവൺമെൻറ് ചെയ്യും. ഈ നടപടികളൊന്നും ഒരു കുഞ്ഞിൻ്റെ ജീവനക്കാർ വലുതൊന്നുമല്ല. മാനേജ്മെൻറ്റ് കുട്ടിയുടെ കുടുംബത്തിന് ആവശ്യമായ ധനസഹായം നൽകുന്ന കാര്യം ഗൗരവമായി പരിഗണിക്കണം. സ്വന്തം വീടില്ല, ഒരു സെൻറ്റോ അങ്ങനെ ഒരു സ്ഥലം മാത്രമേ ഉള്ളൂ. തൊട്ട ഒരു അനിയനും കൂടെ ഉണ്ട്. അമ്മ വളരെ കഷ്ടപ്പെട്ട് കൂലിവേല ചെയ്ത് ജീവിക്കുന്ന ഒരു സ്ഥിതിയാണുള്ളത്. പത്രങ്ങളിലെ കണ്ടല്ലോ മുത്തശ്ശിയുടെ എല്ലാം ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. സ്കൂളിനും KCBക്കും പഞ്ചായത്തിനും ഗുരുതര വീഴ്ചയുണ്ടെന്ന് കണ്ടെത്തിയിരുന്നു. പതിറ്റാണ്ടുകളായി വൈദ്യുതി ലൈൻ താഴ്ന്നു കിടന്നിട്ടും ആരും അനങ്ങിയില്ല. അപായ ലൈനിന് കീഴെ സ്കൂൾ ഷെഡ് പണിയാൻ നിയമവിരുദ്ധമായാണ് അനുമതി ലഭിച്ചിരിക്കുന്നത്. ഈ വർഷം സ്കൂളിന് ഫിറ്റ്നസ് നൽകിയതും മതിയായ പരിശോധനയില്ലാതെയാണെന്ന് കണ്ടെത്തിയിരുന്നു. അന്വേഷണ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് പ്രധാനാധ്യാപികയെ സസ്പെൻഡ് ചെയ്തത്. സുരക്ഷാ സമിതിയിൽ പങ്കെടുത്തിരുന്നു. അപ്പോൾ അവിടെ KCB ഉദ്യോഗസ്ഥനും ഉണ്ടായിരുന്നു. അന്ന് പൊതുവായിട്ടുള്ള കാര്യങ്ങളാണ് പറഞ്ഞത്. അതിന് മുന്നേ തന്നെയും അവിടെ വിളിച്ച് കാണിച്ചിട്ടുണ്ട്. ആ പോസ്റ്റിൻ്റെ അടുത്തൊക്കെ വിളിച്ച് കാണിച്ചിട്ടുണ്ടായിരുന്നു അവരെ. അപ്പോൾ അന്നും അതേക്കുറിച്ച് പറയുകയുണ്ടായി. അത്രയാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അവരുടെ ശ്രദ്ധപ്പെടുത്തിയിരുന്നു. പിന്നെ ഒരു തരത്തിലുള്ള നടപടി ഉണ്ടായില്ലേ? അത് അവർ കേബിള് കണക്ഷനിലേക്ക് മാറാൻ പോവാണ്. ഉടനെ തന്നെ അത് ചെയ്തു തരാമെന്നുള്ളതാണ് പറഞ്ഞത്. ടീച്ചർ അതിൽ തന്നെ ഗേൾസ് സ്കൂളിലാണെന്നുണ്ടെങ്കിൽ റിട്ടേൺ ആയിട്ട് അവർ ഇക്കാര്യം അറിയിക്കാം, അവിടുത്തെ ഒരു പ്രശ്നം പരിഹരിച്ചതായിട്ട് പറഞ്ഞു. ഇവിടെ വാക്കാൽ പറഞ്ഞു എന്നുള്ളതാണ് KCB ഉദ്യോഗസ്ഥരിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന കാര്യം. അങ്ങനെ തന്നെയാണോ സംഭവിച്ചത്? സ്കൂൾ അധ്യാപകരുടെ ഉൾപ്പെടെ മൊഴിയെടുക്കുമെന്നും പോലീസ് അറിയിച്ചിട്ടുണ്ട്. ശാസ്താംകോട്ട ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് അന്വേഷണം നടത്തുന്നത്. സ്കൂളിൽ വീണ്ടും പരിശോധന നടത്തും. അസ്വാഭാവിക മരണത്തിനാണ് കേസെടുത്തിരിക്കുന്നത്. ന്യൂസ് ബ്യൂറോ, ശാസ്താംകോട്ട.